ഇംഗ്ലീഷ് കവിതകൾ രചിച്ച് ശ്രദ്ധേയനാവുകയാണ് 5ാം ക്ലാസ് വിദ്യാർത്ഥി ഫർദീൻ മബ്രൂക്ക്. ഇതിനകം 20ഓളം കവിതകളാണ് ഈ കൊച്ചുമിടുക്കൻ രചിച്ചിട്ടുള്ളത്. ഫർദീന്റെ ആദ്യ കവിതാ സമാഹാരമാണ് സ്കൂൾ വണ്ടേഴ്സ് ഇൻ വേർഡ്സ്. ഇംഗ്ലീഷ് ഭാഷ അനായാസം കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ് ഫർദീനെ ഇംഗ്ലീഷ് കവിതകളിലേക്ക് അടുപ്പിച്ചത്. 7 വയസ്സിൽ ഫർദീന്റെ ആദ്യ കവിത പിറവിയെടുത്തു. പിന്നീട് അങ്ങോട്ട് കവിതകളുടെ ലോകത്തേക്ക് സഞ്ചരിക്കുകയായിരുന്നു. മബ്രൂക്ക് എൻ്റെ 3 മക്കളിലെ ഇളയവനാണ്. ആള് ഇപ്പോൾ 4th കഴിഞ്ഞ് 5th ദാറുസ്സലാം സ്കൂളിലാണ് പഠിക്കുന്നത്. ഇവന് ആ കൊറോണ ടൈമിൽ അന്ന് കുറച്ച് ഒരു ആപ്പിൾ ബീസ് എന്ന് പറഞ്ഞിട്ടൊരു മന്ത്ലി ഉണ്ടായിരുന്നു. ആപ്പിൾ മന്ത്ലി കുട്ടികളുടെ ഒരു മാഗസിൻ. അതിലെന്തോ ഒരു പെയിൻറ്റിങ്ങിന് മൂപ്പർക്ക് ഫസ്റ്റ് കിട്ടി. അപ്പോൾ അതിൻ്റെ ഒരു 1 year സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ട് കിട്ടിയപ്പോഴാണ് അതിൽ നിന്നാണ് മൂപ്പരിങ്ങനെ എന്തെങ്കിലും കുറേ വായിച്ചൊക്കെ തുടങ്ങിയത് കുറച്ചൊക്കെ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് അതിൽ ലെയറിനെ കുറിച്ച് എന്തോ എഴുതാണ്ടേ. അപ്പോൾ പെട്ടെന്ന് സാധാരണ ഒരു കുട്ടി ലെയറിനെ കുറിച്ച് എഴുതുന്നതിനേക്കാളപ്പുറം കുറച്ച് ഭാവനാസമ്പന്നമായ രൂപത്തിൽ വേറിട്ട രൂപത്തിൽ ലെയറിനെ കുറിച്ച് എഴുതിയേക്കണത് നമ്മൾ വൈഫിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതന്നെയല്ല മൂപ്പര് പെട്ടെന്നാണ് എഴുതാം. അങ്ങനെ ഒരുപാട് ആലോചിച്ച് എല്ലാം എഴുതാം. അപ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെ എഴുതേണ്ടതെന്ന് തോന്നിയപ്പോഴാണ് അങ്ങനെ എഴുതാനും ടൈപ്പ് ചെയ്യാനൊക്കെ ഇങ്ങനെ പറയും വായിക്കുകയൊക്കെ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് പിന്നെ ഇമാജിനേഷൻ ഉണ്ട് ആൾക്ക്. ഒബ്സർവേഷൻ കുറവാണ്, ഇമാജിനേഷൻ ഉണ്ട്. അത് വെച്ചിട്ട് മൂപ്പര് അത് പലതും കുറച്ചും കൂടി ഫിലോസഫിക്കലായിട്ടുള്ള സംഗതികളൊക്കെയാണ്. എല്ലാം നമുക്ക് തന്നെ മനസ്സിലാവാത്ത രൂപത്തിലുള്ള കുറച്ചും ഹൈലി ഫിലോസഫിക്കലായിട്ടുള്ള സംഗതികളൊക്കെ നാളെ എഴുതിയേക്കണം. 5ാം വയസ്സിലാണ് ഫർദീനിലെ എഴുത്തുകാരനെ രക്ഷിതാക്കൾ തിരിച്ചറിയുന്നത്. സ്കൂളിലെ അധ്യാപകരും കൂടുതൽ പ്രോത്സാഹനം നൽകി. ഫർദീൻ്റെ കഴിഞ്ഞ അക്കാഡമിക് ഇയറിലെ ക്ലാസ് ടീച്ചറായിരുന്നു ഞാൻ, 4th സ്റ്റാൻഡേർഡിലെ. ഫർദീനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ അവൻ്റെ ഒരു ടാലൻറ്റ് അവൻ്റെ ഉമ്മി തന്നെ കണ്ടെത്തി. ശരിക്കും അവനെ സ്കൂളിൽ നിന്ന് അങ്ങനെ പ്രത്യേകിച്ചൊരു സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല. കാരണം ഫർദീൻ അവൻ്റെ ഒരു ട്രാക്ക് അറിയാമായിരുന്നു. ആ ട്രാക്കിലൂടെ അവനിങ്ങനെ പോവുകയാണ് ചെയ്തത്. ശരിക്കും ഫർദീൻ ക്ലാസ്സിൽ ഉണ്ടായതുകൊണ്ട് ക്ലാസ്സിന് കുറച്ച് ഗുണപരമായ ഒരു അന്തരീക്ഷം ക്ലാസ്സിന് കിട്ടിയെന്നുള്ളതാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ നേരത്തെ പറഞ്ഞു അവൻ എവിടെ ഇരുന്നും വായിക്കുമെന്ന് പറഞ്ഞു. അത് ശരി തന്നെയാണ്. ഒരു പക്ഷേ ക്ലാസ്സിൽ ടീച്ചറുള്ളപ്പോഴും ആൾ ചിലപ്പോൾ വായനയുടെ ഒരു ലോകത്തായിരിക്കും. ചില സമയത്ത് നമ്മൾ അത് മാറ്റിവെപ്പിക്കുകയും ചില സമയത്ത് അത് തുടരാൻ അനുവദിച്ചിരുന്നു, അവൻ്റെ ഒരു വായന ആ രൂപത്തിൽ നടക്കുന്നതിന് വേണ്ടി. ദാറുസ്സലാം സ്കൂളിലെ പ്രധാനാധ്യാപകനായ KA ഫാരിസിന്റെയും ആദിശങ്കര എഞ്ചിനീയറിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ സഫീനയുടെയും മകനാണ് ഫർദീൻ. ഫർസീൻ മുബാറക്, ഫൈഹ മനാൽ എന്നിവർ സഹോദരങ്ങളാണ്.